Hello everyone, welcome to Disha Academy. അപ്പോൾ നമ്മുടെ റെയിൽവേയുടെ തന്നെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കറണ്ട് അഫേഴ്സ് പഠിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ കറണ്ട് അഫേഴ്സിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് റെയിൽവേ ആയിക്കോട്ടെ SSC ആയിക്കോട്ടെ ഏതൊരു എക്സാമിനേഷനും കറണ്ട് അഫേഴ്സിന് ഒരു പ്രത്യേക വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് റെയിൽവേ ഇപ്പോൾ ലേറ്റസ്റ്റ് പാറ്റേൺ അനുസരിച്ച് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ALP എക്സാംസ് കഴിഞ്ഞു, നിങ്ങളുടെ RPF SIയുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇവരെല്ലാവരും ഈ എക്സാംസ് എഴുതിയവരായാലും എല്ലാവരും പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അഫേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കറണ്ട് അഫേഴ്സിന് എന്താണ് 2022 ചോദിക്കുന്നു, 23 ചോദിക്കുന്നു, 24 ചോദിക്കുന്നു. ഒരു ദാക്ഷിണ്യവും ഇല്ലാണ്ട് തന്നെ അവരെന്ത് ചെയ്യുകയാണ് 24 വരെയുള്ള കറണ്ട് അഫേഴ്സ്, അതും സെപ്റ്റംബർ വരെയുള്ള കറണ്ട് അഫേഴ്സ് ചോദിച്ചു എന്ന് പറഞ്ഞവരാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കറണ്ട് അഫേഴ്സ് വിട്ടിട്ട് പോകാൻ പറ്റുമോ? നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇനിയുള്ള സമയമെങ്കിലും അല്ലെങ്കിൽ ഇനിയുള്ള റെയിൽവേ എക്സാംസുകളെങ്കിലും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ എന്തും കൂടെ വേണം. റെയിൽവേ മാർക്ക് ഇപ്പം ALP വിചാരിച്ചവർ എന്ത് വിചാരിച്ചു? 10 മാർക്കേ റെയിൽവേ ALPയിൽ എന്തുണ്ടായിരുന്നുള്ളൂ? കറണ്ട് അഫേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ആ ALPയുടെ 10 മാർക്ക് അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് പോയവരാണ് പലരും. പക്ഷേ നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന പോലെ ബാക്കി സബ്ജക്റ്റിൽ നമുക്ക് ഒരുപാട് നല്ല സ്കോർ ചെയ്തിട്ട് GK അങ്ങ് കളയാം എന്ന് വിചാരിക്കുന്ന പലരും ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ചിലപ്പം എങ്ങനെയാണ് നമ്മുടെ ഭാഗ്യം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സമയം നമ്മൾ യൂസ് ആവുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ ഷിഫ്റ്റ് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാം 4 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ 4 സബ്ജക്റ്റ് അല്ലെങ്കിൽ 3 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ 3 സബ്ജക്റ്റ് ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. എപ്പോഴും നമ്മൾ ഒരു സബ്ജക്റ്റിൽ എപ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്യും, അതുണ്ട്, അത് അവിടെ ഇരുന്നോട്ടെ. പക്ഷെ എപ്പോഴും നമ്മളൊരു മിനിമം ആവറേജിലെങ്കിലും എല്ലാം ചെയ്തിരിക്കണം, എല്ലാം പോർഷൻസും കവർ ചെയ്തിരിക്കാം. അത് എപ്പോഴും ശ്രദ്ധിക്കുക. അല്ലാതെ ഒരു സബ്ജക്റ്റ് അങ്ങ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ നിൽക്കരുത്. അത് ഏറ്റവും നിങ്ങൾ എന്ത് ചെയ്യും ദോഷമായിട്ടേ ഭവിക്കുകയുള്ളൂ. കാരണം നമുക്ക് എന്താണ് നല്ല മാർക്ക് വേണം. ഒരുപാട് പേരുണ്ട് കോമ്പറ്റീഷൻ വേൾഡിൽ. എല്ലാവരെക്കാളും എത്ര മാർക്ക് നമുക്ക് കൂടുതൽ കിട്ടണം എങ്കിൽ അത് എന്തിലായിരിക്കും? GKയിലായിരിക്കും. ആ GK പോർഷനിൽ തന്നെ ഏറ്റവും മസ്റ്റ് നമ്മൾ പഠിക്കേണ്ട ഒരു സാധനമാണ് കറണ്ട് അഫേഴ്സ്. അതെന്ന് പറഞ്ഞാൽ വന്നിരിക്കും, വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. ഒരു 3 ക്വസ്റ്റ്യൻ എങ്കിലും കറണ്ട് അഫേഴ്സ്, 3 ക്വസ്റ്റ്യൻ അല്ല, GK എന്നൊരു പോർഷൻ ഉണ്ടോ അത് എന്തിനെ റിലേറ്റ് ചെയ്ത് തന്നെയായിരിക്കും? കറണ്ട് അഫേഴ്സ് റിലേറ്റഡ്. ഇപ്പം നമ്മൾ പറയുന്നു സ്റ്റാറ്റിക് GK ഉണ്ട്, ആർട്സ് ഉണ്ട്, ഫെസ്റ്റിവൽസ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, അവാർഡ്സ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്. ഇതെല്ലാം എന്തിനെ റിലേറ്റ് ചെയ്തായിരിക്കും? ചുമ്മാ അവർ ഏതെങ്കിലും, കാരണം എത്രയോ നമുക്കറിയാം നമുക്ക് എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്, ആ സ്റ്റേറ്റ്സിലെ എല്ലാ കാര്യങ്ങളും ചോദിക്കുകയാണെങ്കിൽ നിരവധി കാര്യങ്ങളുണ്ട് ചോദിക്കാൻ. അപ്പം എന്തുകൊണ്ട് അവർ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ലേറ്റസ്റ്റ് പാറ്റേണിനെ സംബന്ധിച്ചെടുത്താണ്. അതായത് നമ്മുടെ 2024 ഒരു ഇവന്റ് നടന്നു, അല്ലെങ്കിൽ 2023 ഏറ്റവും നോട്ടീസബിൾ ആയ ഒരു ഇവന്റ് നടന്നു. ആ ഇവന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കുക. അത് നമ്മുടെ അനാലിസിങ് നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ALPയുടെ ആൻസർ കീ റിലീസ് ചെയ്ത കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. ആ വീഡിയോകൾ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു അനാലിസിങ് നിങ്ങൾ കംപ്ലീറ്റ്ലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അയ്യോ ഇങ്ങനെയാണോ ക്വസ്റ്റ്യൻസ് വരുന്നത്. അങ്ങനെ നോക്കി പഠിക്കുക. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് പാറ്റേൺ അനുസരിച്ച് നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല പാറ്റേൺസ് കംപ്ലീറ്റ് ചെയ്യുക. എന്തായാലും ഒരു ഏകദേശം എന്നുള്ള ഒരു രീതിയിലേ പറയാൻ പറ്റൂ. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം. നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണെങ്കിൽ നമ്മൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ച് തന്നെ പോകണം. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. 2024 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ALPക്ക് കംപ്ലീറ്റ്ലി. അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 2024 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പക്ഷേ RPF എടുത്ത് നോക്കുകയാണെങ്കിൽ 2022 വരെ ചോദിച്ചിട്ടുണ്ട്. 2022 ചോദിക്കാൻ കാരണം എന്താ? ഇപ്പോൾ സ്പോർട്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 2022 ICC ഫുട്ബോൾ നടന്നതെങ്കിൽ അല്ലെങ്കിൽ മെൻസ് കപ്പ് നടന്നതെങ്കിൽ 2022 അവർക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന എന്താണോ സ്പോർട്സിന്റെ ഇവന്റ്സ് എങ്ങനെ നടക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മരിച്ചുപോയി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് മരിച്ചുപോയത്, ആ ആൾ മരിച്ചത് 2022 അത് ഇപ്പം 2017 ശേഷം എക്സാം നടത്തുന്ന ഇപ്പോഴാണ്. ആ ആൾ മരിച്ചുപോയത് അന്നാണെന്ന് പറഞ്ഞാൽ അന്നല്ലേ അവർക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ പോർഷൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്കിന്ന് നമുക്ക് പോകുന്നത്. 2022, 23, 24 ഈ എക്സാം എന്ന് നടക്കുന്നോ അതിൻ്റെ 2 മാസം മുമ്പ് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. 2024 കംപ്ലീറ്റ് പഠിച്ചോളുക. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് 2024 എന്ന് പറഞ്ഞൊരു വർഷം. അത് നന്നായിട്ട് തന്നെ ആര് ഉപയോഗിക്കുന്നുണ്ട്, റെയിൽവേ യൂസ് ചെയ്ത് തന്നെ ചോദിക്കുന്നുമുണ്ട്.
അപ്പോൾ അവരുടെ കുറച്ച് ക്വസ്റ്റ്യൻസും നമുക്ക് എടുത്ത് നോക്കി നോക്കാം. അവരെന്തായാലും പോർഷൻസ് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെടാ, നമുക്ക് കറണ്ട് ഇവന്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്, എന്തെങ്കിലും ഇവന്റ്സ് നടന്നു അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നു, റിപ്പബ്ലിക് ഡേയിൽ ഏതെങ്കിലും ഒരു ഗസ്റ്റ് ഇവിടെ വന്നു, ആ ഒരു പ്രസിഡന്റിന്റെ പേരായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ കൺട്രിയുടെ റിലേറ്റഡ് എന്തായിരിക്കും ചോദിക്കുന്നത്, ഒരു മിലിറ്ററി എക്സസൈസ് നടന്നു, ഇന്ത്യയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം, ഇതൊക്കെയാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ, അതെല്ലാം പഠിച്ചിരിക്കണം. പിന്നെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഗെയിംസ് ആൻഡ് സ്പോർട്സ്. അത് ഒരു ചേഞ്ചും ഇല്ലാണ്ടാണ് ചോദിക്കുന്നത്. ഗെയിംസും സ്പോർട്സ്, കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ കാര്യം തന്നെ എത്ര എണ്ണം ചോദിച്ചു, ICC ഫുട്ബോളിന്റെ കാര്യം എത്ര എണ്ണം ചോദിച്ചു, ക്രിക്കറ്റിന്റെ റിലേറ്റഡ് കാര്യം ചോദിച്ചു, ഏറ്റവും കൂടുതൽ സെഞ്ചുറി എടുത്തതെന്ന് ചോദിച്ചു. അങ്ങനെ ഓരോ പോർഷൻസ് അവർ ചോദിക്കാറുണ്ട്. നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് റെക്കോർഡ് ബ്രേക്സുകൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറഞ്ഞത് ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളത്. ഹിന്ദു ന്യൂസ് പേപ്പർ അച്ചടിയായിട്ടാണ് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഹിന്ദു ന്യൂസ് പേപ്പർ നമുക്കിപ്പോൾ ഡെയിലി വായിക്കാൻ പറ്റുന്നത്, ഇനിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് വായിക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. ഓൺലൈനൊക്കെ അവരറിയാലോ, അവരിപ്പോൾ സബ്സ്ക്രിപ്ഷനൊക്കെ മാറ്റി, നമുക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഓൺലൈൻ ന്യൂസ് പേപ്പേഴ്സ് വായിക്കാൻ പറ്റും. അതും ഇത്രയും 2022 തൊട്ടേ വായിക്കുക എന്ന് പറഞ്ഞത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് തന്നെ പോവുക. ചുമ്മാ അതൊരു ശീലമാക്കി മാറ്റുക. ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ശീലമാക്കുക. അതും ഹിന്ദു ന്യൂസ് പേപ്പർ തന്നെ റീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അതിൻ്റെ പക്കാ ഹെഡ്ലൈൻ എടുത്തിട്ടാണ് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ അടിച്ചു നോക്കുക, അത് ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ ബേസിൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആലോചിക്കുക, ഗെയിംസ് ആൻഡ് സ്പോർട്സ് എടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കോർഡ് ബ്രേക്സുകൾ, ഇപ്പോൾ ഒളിമ്പിക്സിൽ അല്ലെങ്കിൽ ഇപ്പോൾ യങ്ങായിട്ടുള്ള ആരെങ്കിലും പങ്കെടുത്തു, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്താണ് ഈ പറയുന്ന പാരാ ഒളിമ്പിക്സിൽ ഫസ്റ്റ് ആയിട്ട് മെഡൽ കിട്ടി, റെക്കോർഡ് ബ്രേക്സുകൾ കിട്ടുമെന്ന് പറയത്തില്ല. ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഓടി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പീഡിൽ എറിഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് എത്തുക എന്നുള്ളൊരു മീനിങ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഇന്ത്യയെ സംബന്ധിച്ചോളം അതൊരു പ്രൗഡ് മൂവ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവർ അങ്ങനത്തെ മൂവ്മെൻറ്റ്സ് ആ ഒരു മൊമെൻറ്റ്സുകൾ എടുത്തു വെച്ചായിരിക്കും ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഈ കറണ്ട് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്ത് ഇവൻറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ മിനിസ്റ്റേഴ്സ് ചേഞ്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇതാണ്. യൂണിയൻ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നു, ആനുവൽ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ എന്തിനെ പറ്റിയിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതെന്ത് ചെയ്യുക, യൂണിയൻ ബഡ്ജറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ആരാണ് പ്രസന്റ് ചെയ്തത്, ഇന്ന ആൾ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇപ്പോൾ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആണെങ്കിൽ ഹെൽത്ത് മിനിസ്റ്റർ എന്തിനെ കുറിച്ചാണ് കൂടുതലും എന്ത് ചെയ്തത്, ഡെപ്പിക്റ്റ് ചെയ്തതെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെ നോക്കി പഠിച്ചിട്ട് ഇനി എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കറണ്ട് അഫേഴ്സ് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് നമുക്ക് അവിടെ നിന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനുള്ളതാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത് ഡാൻസ് ഡാൻസ് ഫെസ്റ്റിവൽസ്, മ്യൂസീഷ്യൻസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അവർക്ക് കിട്ടിയ അവാർഡ്സുകൾ, അതാണ് പത്മശ്രീയുടെ ഒരു ഇത് തന്നെയായിരുന്നു ഏതിലെന്ന് പറയുന്നത് നമ്മുടെ ഇയർ ബേസിൽ ചോദിച്ചതിൽ പത്മശ്രീ, പത്മഭൂഷൺ, പത്മ അവാർഡ്സ് എടുത്ത് തന്നെ ചോദിച്ചിരുന്നു. പത്മ അവാർഡ്സ് എടുത്ത് തന്നെ ഓരോ ആൾക്കാരെ തപ്പിപ്പിടിച്ചു. നമുക്കറിയാം പത്മശ്രീയൊക്കെ കിട്ടുന്നത് ഒരു 100 പരത്തിൽ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ ഈ ഇന്ന ആൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ജസ്റ്റ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി പോവുക. ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു പോയിന്റ് വരണം, ഇന്ന ആൾ ഇന്നതിനാണ് ഫേമസ് ആണെന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എക്സാംസുകൾ നിങ്ങൾ കുറച്ചും കൂടെ എന്ത് ചെയ്യുക, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടേ കാര്യമുള്ളൂ. നിങ്ങളുടെ എക്സാം പാറ്റേൺ മനസ്സിലാക്കി നന്നായിട്ട് കറണ്ട് അഫേഴ്സ് റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഇന്ത്യൻ ലിറ്ററേച്ചർ വന്നു. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞപ്പോൾ ഇടക്കാലത്ത് ആരെങ്കിലും മരിച്ചുപോയി അല്ലെങ്കിൽ ഇടക്കാലത്ത് ആർക്കെങ്കിലും അവാർഡ് കിട്ടി, അയാളുടെ ബുക്സ് ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നിൽക്കുന്ന ആദ്യത്തെ ലിറ്ററേച്ചർ ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അല്ലാണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രത്യേകത അയാൾക്കുണ്ട്, അയാൾ ഒരു മിനിസ്റ്ററാണ്, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും പുതിയൊരു എന്തെങ്കിലും ഒരു ഇവന്റിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ആ ആളുടെ ബുക്കായിരിക്കും ചോദിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ എപ്പോഴും കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവാർഡ്സ്, ഓണേഴ്സ്, അപ്പോയിൻമെന്റ്സ് എത്രയാണോ ചോദിച്ചത്. നിങ്ങൾക്കറിയാം നമ്മുടെ ഈ പറയുന്ന NCG പോലെയുള്ള നർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റിൽ പുതിയ ഒരു ചെയർമാനായ അല്ലെങ്കിൽ നീതി ആയോഗ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്കീമുകൾ എന്താണ്, അവരുടെ പുതിയ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്, അങ്ങനത്തേക്ക് എന്ത് ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. അവരുടെ എന്താണ് അവരുടെ പോളിസി എന്ന് പറഞ്ഞ് തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് മോണുമെന്റ്സ് ആൻഡ് പ്ലേസസ് ഓഫ് ഇന്ത്യ. മോണുമെന്റ്സ് ആൻഡ് പ്ലേസസ് എന്ന് പറഞ്ഞാൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇനി കയറാൻ ഒരു നോമിനേറ്റഡ് ആയി നിൽക്കുന്ന കുറേ പ്ലേസസ് കാണും. അതൊക്കെ ചോദിക്കും. കാരണം ഇനിയുള്ള താല്പര്യമുള്ള, ഇനി
വരാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ തന്നെ അവരെടുത്ത് ചോദിക്കും. അങ്ങനത്തെ പ്ലേസസ് ചോദിക്കും. ചുമ്മാ അവിടെ നിന്ന് ഇവിടെ നിന്ന് വാരി വലിച്ച് ചോദിക്കുകയല്ല. ഇങ്ങനത്തെ ഈ സെയിം ഇവൻറ്റ്സ് തന്നെയാണ് അവർ എന്ത് ചെയ്യുന്നത്, പല രീതിക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്, അതും ലേറ്റസ്റ്റ് പാറ്റേണിലുള്ള. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഫ്ലാഗ്ഷിപ്പ് ഗവൺമെന്റ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പുതിയൊരു ഇനിഷ്യേറ്റീവ് എടുത്തു, ആ ഇനിഷ്യേറ്റീവ് എന്തിനു വേണ്ടിയാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പണി കഴിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ലോഞ്ച് ചെയ്തു, ഇതൊക്കെ ഇവരെന്ത് ചെയ്യും, എപ്പോഴും ചോദിക്കുന്നതാണ്. ഇന്ത്യ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് നമ്മളും അറിയണം, ഇന്ത്യയുടെ ഡെവലപ്മെന്റ് നമ്മൾ അറിയണം എന്നുള്ള രീതിയിലാണ് അവർ അങ്ങനത്തെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റിക് ജി കെ എന്ന് പറഞ്ഞ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, കറണ്ട് അഫേഴ്സ് ബേസ് ചെയ്തിട്ടാണ്. ബാക്കി വരുന്ന സബ്ജക്ട്സ് നമുക്ക് പഠിക്കാം, നമുക്കറിയാം ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ഇതൊക്കെ എന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാണ്ട് നമുക്ക് കറണ്ട് അഫേഴ്സ് സ്റ്റാറ്റിക് ജി കെ എന്നൊരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വെയിറ്റേജും ഉണ്ട്, അത് നമ്മൾ നല്ലപോലെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ലപോലെ മാർക്ക് പോകുന്ന ഒരു ഫീൽഡുമാണ്. നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങിച്ച മാർക്ക് പോലും നമ്മൾ ഇത് അറിയാതെ കുത്തുമ്പോൾ പോകുന്ന മാർക്ക് പോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കും. പിന്നെ ജനറൽ സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഇൻക്ലൂഡിങ് ദ സ്പേസ് ആൻഡ് റിസർച്ച് പ്രോഗ്രാംസ്. കാരണം നിങ്ങൾക്കറിയാം റെയിൽവേ കൂടുതലും സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ടെക്നിക്കൽ ഫീൽഡുകൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതേ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈവൻ നമ്മുടെ ഇപ്പോൾ പത്മഭൂഷൺ അവാർഡ്സ് അല്ലെങ്കിൽ പത്മശ്രീ അവാർഡ്സ് കിട്ടിയതിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കിട്ടിയത് ആർക്കെന്നാണ് ചോദിച്ചത്. അപ്പോൾ അവർ റെയിൽവേ എന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത് അത് കൂടുതൽ നിങ്ങൾ പഠിക്കുക. അപ്പോൾ പത്മശ്രീ അവാർഡ് പഠിക്കുമ്പോൾ ഈ 101 വരെ ഞാൻ പഠിക്കണോ എന്നല്ല ചിന്തിക്കേണ്ടത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ എലമെന്റ്സ് ആയിട്ടുള്ള ആൾക്കാർ കാണും. ഏറ്റവും നന്നായിട്ട് മെയിസ്ട്രോ ആയിട്ടുള്ള കുറേ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസേ വരും. ഈവൻ വൈജയന്തി മാല പോലെയുള്ള ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ ചോദിച്ചിട്ടുണ്ട്. ഉഷ ഉദുപ്പിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഏറ്റവും ഫേമസ് ആയതുകൊണ്ടാണ് അവരുടെ പേരെടുത്ത് വെക്കുന്നത്. അവർക്ക് പത്മശ്രീ പത്മഭൂഷണൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനത്തെ പേരുകൾ നോട്ടീസബിൾ ആക്കി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ജനറൽ സയൻറ്റിഫിക് പ്രോബ്ലം എന്തെങ്കിലും PSLVയോ ഈ പറയുന്ന സോളാർ നമ്മളറിയാം, നമുക്ക് ആദിത്യ L1 ഒക്കെ ചെയ്തപ്പോൾ അങ്ങനത്തെ പല രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ എന്താണ്, പുതിയ പുതിയ ഇൻവെൻഷൻസ് ആണ്, പുതിയ പുതിയ ടെക്നോളജീസ് ആണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും അവർ. അതിൻ്റെ മിനിസ്റ്റേഴ്സ് ചോദിക്കും, അതിൻ്റെ ഹെഡായിട്ട് ഇരിക്കുന്ന ആരാണെന്ന് ചോദിക്കും. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ ഇതെന്തോ ALP എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻസ് ആണ് ALPക്ക് ആയിരുന്നെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് എങ്ങനെയാണോ എന്ന് മനസ്സിലാക്കി അതേ പാറ്റേണിൽ തന്നെ ഇനിയുള്ള എക്സാംസിന് കറണ്ട് അഫേഴ്സ് പഠിക്കുക. കറണ്ട് അഫേഴ്സിന് വെയിറ്റേജ് ഉണ്ടെന്നുള്ള രീതി നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾ ഏതൊക്കെ സെക്ഷനാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഏത് സെക്ഷനിൽ നിന്നാണ് അവർ ചോദിക്കുന്നത്. ആ സെക്ഷൻ അവർ വിടുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇത് തന്നെയാണ് പലതിലും റിപ്പീറ്റ് ആയി പല ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നത്, പല ഫീൽഡിൽ നിന്നായിട്ട്. അപ്പോൾ നമുക്ക് കോർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ കണ്ടോ വിഗ്യാൻ രത്ന അവാർഡ് എന്നാണ്. വിഗ്യാൻ രത്ന അവാർഡ് എന്ന് പറഞ്ഞാൽ അവാർഡ് പോർഷനിൽ നിന്ന് വന്നതാണ്. അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ചോദിക്കും, അത് ഏത് അവാർഡ് ആയാലും ചോദിക്കും. ഈവൻ നമ്മുടെ ഇന്ത്യയിൽ ആർക്കെങ്കിലും ഓസ്കാർ കിട്ടിയാലും ചോദിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവാർഡ് കിട്ടിയാലും ചോദിക്കും. മെയിനായിട്ട് പത്മ അവാർഡ്സ് നിങ്ങൾ പഠിക്കുക. പത്മ അവാർഡ്സ്, ഭാരത് രത്ന, പരംവീർ ചക്ര പോലെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവാർഡ്സുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. അർജുന അവാർഡ് പോലെയുള്ള അവാർഡ്സ് പഠിച്ചു വെക്കണം. ഇവിടെ കണ്ടോ വിഗ്യാൻ രത്ന അവാർഡാണ് ചോദിച്ചത്. രാഷ്ട്രീയ വിഗ്യാൻ പുരസ്കാർ 2024 കണ്ടോ, 2024 ചോദിച്ചത്. ഇനി അടുത്ത് അക്കോർഡിംഗ് ടു, അപ്പോൾ അതെന്താണ്, അവാർഡ്സ് എന്ന് പറഞ്ഞൊരു പോർഷനിൽ നിന്നാണ് വന്നത്. ഇതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അടിച്ചു നോക്കി നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി NSSO കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ സർവേ അനുസരിച്ച് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുക. ലേറ്റസ്റ്റ് ആയിട്ട് അവർ നടത്തിയിട്ടുള്ള എന്തെങ്കിലും ഇൻഡെക്സോ സർവേ റിപ്പോർട്ടോ എന്തിലെങ്കിലും ഇന്ത്യയുടെ പെർസെൻറ്റേജ് എത്രയെന്ന് പറഞ്ഞ് ചോദിക്കും. ഇപ്പോൾ കണ്ടോ NSSOയുടെ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ സർവേ അനുസരിച്ച് വാട്ട് ഈസ് ദ റിപ്പോർട്ടഡ് പോവർട്ടി റേറ്റ് ഇൻ ഇന്ത്യ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, റിപ്പോർട്ടഡ് പോവർട്ടി റേറ്റ് ഇൻ ഇന്ത്യ, റിപ്പോർട്ടഡ് ആയിട്ടുള്ള പോവർട്ടി റേറ്റ് ഏത് 2024 ബേസിസിൽ തന്നെയാണ് ചോദിച്ചത്. NSO കൺസേൺ, നമ്മളിപ്പോഴും സെൻസസ് മാത്രമല്ല നമ്മുടെ സർവേ ആയിട്ട് നടത്തുന്നത്, പല രീതിക്കുള്ള സർവേസ് നടത്താറുണ്ട്. കാരണം ഇത് ഡെയിലി നമ്മുടെ ഇയർലി ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എങ്കിൽ മാത്രമേ അവർക്ക് ഓരോന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചെയ്യുന്ന പോവർട്ടി റേറ്റ് എത്രയാണ്, ബിലോ 5% ആയിരുന്നു. അപ്പോൾ NSSOയുടെ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂ, ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ അതെന്തിലാണ് വന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഇവൻറ്റ്സ് ആണ്, പുതിയ ഇവൻറ്റുകളാണ്. ഇതൊക്കെ ഓരോ എന്താണ് പെർസെൻറ്റേജ് കാൽക്കുലേഷൻസ് ആണ്, ഇൻഡെക്സുകളാണ്. അതൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക.
ഓക്കെ, ഇനി അടുത്ത് കണ്ടോ, ലെജൻഡറി മ്യൂസീഷ്യൻ ഹു വർക്ക്ഡ് ഇൻ, ഇത് സ്റ്റാറ്റിക് ജിക്കെ ആണ് മ്യൂസീഷ്യൻ എന്ന് പറയുന്ന സാധനം. പക്ഷെ അവർ ചോദിച്ചത് എങ്ങനെയാണ്, ലെജൻഡറി മ്യൂസീഷ്യൻ ഹു വർക്ക്ഡ് ഇൻ ഫിലിംസ് ലൈക്ക് അമർ അക്ബർ അന്തോണി, മലയാള സിനിമയല്ല ഹിന്ദിയുടെയാണ് കേട്ടോ, ബോബി അവാർഡഡ് വിത്ത് പത്മഭൂഷൺ ഓൺ റിപ്പബ്ലിക് ഡേ 2024. റിപ്പബ്ലിക് ഡേയിൽ പത്മഭൂഷൺ കൊടുത്തു ആർക്ക്, ഈ ഒരു ലെജൻഡറി മ്യൂസീഷ്യന്. ബോബി എന്താണ്, അമർ അക്ബർ അന്തോണി ബോബിയൊക്കെ ഫിലിം ചെയ്ത ആളാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ എന്താണ്, അത് എന്തിനെ കുറിച്ചാണ് ചോദിച്ചത്, 2024 ആ ആൾക്ക് എന്ത് കിട്ടിയത് കൊണ്ടാണ് ചോദിക്കുന്നത്, പത്മഭൂഷൺ കിട്ടിയത് കൊണ്ടാണ് ചോദിക്കുന്നത്. ഇത് നേരെ മറിച്ച് ഇനി ഏത് ലെജൻഡറി മ്യൂസീഷ്യനാണ് പത്മഭൂഷൺ കിട്ടിയതെന്ന് വേണമെങ്കിൽ അവർക്ക് ചോദിക്കായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ എന്താണ് കിട്ടിയതെന്ന് പറഞ്ഞ് ചോദിക്കാതെ, ഏത് അവാർഡാണ് കിട്ടിയതെന്ന് പറഞ്ഞ് ചോദിക്കായിരുന്നു. അപ്പോൾ എങ്ങനെ വേണോ അവർക്ക് ആ അവാർഡ്സ് തിരിച്ചും മറിച്ചും മ്യൂസീഷ്യൻ രീതിയിലും എങ്ങനെ വേണോ ചോദിക്കാം. അതാണ് കറണ്ട് അഫേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ എല്ലാം കറണ്ട് അഫേഴ്സ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലായിരിക്കും അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് യങ്ങസ്റ്റ് ഇന്ത്യൻ ഒളിമ്പിക്സ്. കണ്ടോ, നമുക്ക് അറിയാം എന്തുകൊണ്ടാണ് ആളെ ചോദിച്ചത്, എത്രയോ ഒളിമ്പിക് മെഡലിസ്റ്റ് ഉണ്ട്, പക്ഷെ യങ്ങസ്റ്റ് ആയതുകൊണ്ടാണ് ആ ആളെ എടുത്ത് ചോദിക്കുന്നത്. അമൻ സെഹ്റാവത്ത് എന്ന് പറയുന്ന ആളാണ്, അറിയില്ല. ഓഗസ്റ്റ് 2024 കണ്ടോ, നിങ്ങളുടെ എക്സാം നടക്കുന്നത്, AP എക്സാം നടക്കുന്നത് ഇപ്പോഴായിട്ട് നടക്കുന്നതാണ്, എന്നിട്ട് പോലും ഓഗസ്റ്റിലെ ക്വസ്റ്റ്യൻസ് വരെ അവർ ചോദിച്ചിട്ടുണ്ട്. യങ്ങസ്റ്റ് ഇന്ത്യൻ ഒളിമ്പിക് മെഡലിസ്റ്റ് ചോദിച്ചു. ഇതുപോലെയാണ് ഇതാ കണ്ടോ, ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ജിക്കെയുടെ പോർഷനാണ്. ഇത് സ്പോർട്സിന്റെ പോർഷൻ, ഇത് ഫെസ്റ്റിവലിന്റെ പോർഷൻ. ഈ പോർഷനിൽ നോക്കി, ജീവിത് പുത്രിക ഫെസ്റ്റിവൽ ഇൻ ദ ന്യൂസ് ഫോർ ആൻ ഇൻസിഡന്റ് സെപ്റ്റംബർ. ഇൻസിഡന്റ് നടന്നു, അതിനെ സംബന്ധിച്ചിട്ട് ഒരു ഇൻസിഡന്റ് ഈ സെപ്റ്റംബറിൽ നടന്നു. സെപ്റ്റംബർ 2024 നടന്നതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്, ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ജീവിത് പുത്രിക അത് നമുക്കറിയില്ലെങ്കിൽ നമ്മൾ ആ ഇൻസിഡന്റ്, നമുക്കത് ചിലപ്പോൾ സ്റ്റാറ്റിക് ജിക്കെ നമ്മൾ കവർ ചെയ്യുന്നതാണ്. പക്ഷെ അവർ വന്നത് ഏത് വഴിയിൽ നിന്നാണ് നോക്കിയേ, 2024 അതിനെ സംബന്ധിച്ചൊരു ഇൻസിഡന്റ് നടന്നതുകൊണ്ട് അതെടുത്ത് ചോദിച്ചു. അത് എവിടെയാണ്, ബീഹാറിലാണ് അല്ലേ. അപ്പൊ അങ്ങനത്തേക്ക് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, അവർ കണക്ട് ചെയ്താണ് കറണ്ട് അഫേഴ്സിൽ ചോദിക്കുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇനി ആർട്ടിസൻ മഹാകുംഭ് 2004, അതും എന്താണ്, പുതിയൊരു സ്കീമാണ്. ആർട്ടിസൻ എന്ന് പറഞ്ഞ സ്കീം എന്തുമായിട്ട് റിലേറ്റഡ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ സ്കീം ചോദിക്കുന്നുണ്ട് 2024 ബേസിൽ. ALPക്കാണ് 2024 എടുത്തു ചോദിച്ചത്. ഈ RPF SIയിൽ ഇപ്പം നമ്മൾ പറഞ്ഞത് കേട്ട് നോക്കാം. ഇനി ആൻസർ കീ വരുമ്പോഴേ നമുക്ക് ഒന്നും കൂടെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക 2022-23 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഏറ്റവും കൂടുതലായിട്ട് അതിൽ ചോദിച്ചതെന്ന് മനസ്സിലാക്കുക. ഇനി ഇത് കണ്ടോ, ഇൻ ജൂൺ 2024 ആർമി ഓപ്പൺഡ്. കണ്ടോ, എന്തെങ്കിലും ഇന്ത്യയുടെ ഒരു കാര്യമായിട്ട് പുതിയൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ലോഞ്ച് ചെയ്തു. ആ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ആർമി ഓപ്പൺഡ് കലൂബർ വാർ മെമ്മോറിയൽ ടു ടൂറിസ്റ്റിന് വേണ്ടി കലൂബർ വാർ മെമ്മോറിയൽ തുടങ്ങി. എവിടെയാണ് ഇത് ലൊക്കേറ്റഡ് എന്ന് പറഞ്ഞാണ് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ ഇന്ത്യയുടെ കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് അവരെടുത്ത് ചോദിക്കുന്നത്. അതെവിടെയാണ്, ലഡാക്കിലാണ്. ഇനി അടുത്ത് ഇൻവെസ്റ്റർ ഇൻഫർമേഷൻ ആൻഡ് അനലിറ്റിക്സ് പ്രോഗ്രാം, അനലിറ്റിക്സ് പ്ലാറ്റ്ഫോം, ഇങ്ങനെ പറഞ്ഞ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ്. IIT റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. IIT പുതിയ എന്തെങ്കിലും ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തു. IIT എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നമ്മുടെ ഇന്ത്യയുടെ ടെക്നിക്കൽ വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവർ അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ടെക്നിക്കൽ ഫീൽഡിൽ നിന്ന് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ രീതിയിൽ അവരെന്ത് ചോദിക്കാറുണ്ട്, IIT പുതിയ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, പുതിയ ഇങ്ങനത്തെ IITയുടെയൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ കുറച്ച് വർക്കായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ വർക്ക് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ നമുക്ക് നല്ലൊരു ബാക്കി എല്ലാ സബ്ജക്ട്സും നിങ്ങൾ ക്ലിയർ ആയെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സിന് അത്യാവശ്യം സമയം കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്തായിരിക്കും, വർത്തായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. ഇത് കണ്ടോ, ജസ്റ്റിസ് M ഫാത്തിമ, നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് എന്താണ്, ഫീമെയിൽ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ടാണ്. ആ ആൾക്ക് എന്താണ്, പാസ്ഡ് അവേ അറ്റ് ദ ഏജ് ഓഫ് 96, 96 വയസ്സിലാണ് ആ ആൾ പാസ്സായതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് എന്നാണ് നമ്മൾ ഒബിച്വറീസ് എന്ന് പറയുന്ന സാധനം, ഡെത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസിൻ്റെ ഡെത്ത്. അപ്പോൾ ഫസ്റ്റ് ഫീമെയിൽ ജഡ്ജ് ആയതുകൊണ്ടാണ് എന്ത് ചോദിക്കുന്നത്, ഫസ്റ്റ് ഫീമെയിൽ വേറെ എന്താണ് നോർമൽ വേറൊരു ഫീമെയിൽ ജഡ്ജ് ആയിരുന്നെങ്കിൽ ചോദിക്കുകയോ ഇല്ല. ഫസ്റ്റ് ഫീമെയിൽ ജഡ്ജാണ് ജസ്റ്റിസ് M ഫാത്തിമ ബീവി. അപ്പോൾ പുള്ളിക്കാരി മരിച്ചത് എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ, അതെന്നായിരുന്നു, 2023 ആയതുകൊണ്ട് ആ ഡേറ്റ് എടുത്ത് ചോദിച്ചു. ഡേറ്റ് ഇങ്ങനെ തന്നെ ചോദിച്ചു, 23 നവംബർ. എത്രയാണ്, 2024 ചോദിച്ചു, 2022 ചോദിച്ചു. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് ഇങ്ങനത്തെ ഫേമസ് പേഴ്സണാലിറ്റി മരിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനത്തെ പോയിന്റ്സ് നിങ്ങൾ ആലോചിക്കുക. ഇനി അടുത്ത നെയിം ഓഫ് ഭീം സിംഗ്സ് ബുക്ക് ലോഞ്ച്ഡ് ഓൺ August 11, 2024. ഭീം സിംഗ് എന്ന് പറയുന്ന ആളുടെ ബുക്ക് ലോഞ്ച് ചെയ്തു. അത് August 11, 2024. ആ ബുക്കിന്റെ പേര് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ബുക്സ് ആൻഡ് ഓതേഴ്സ് ചോദിക്കുന്നുണ്ടോ, ഇതുപോലെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ, അപ്പോയിൻമെന്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ കോർ സബ്ജക്ട്സ് എല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി പഠിക്കുക, എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ആ ഒരു ഫീൽഡിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് പക്ക ഷുവറായിട്ട് മേടിക്കാൻ പറ്റുന്ന മാർക്കാണ്. ചുമ്മാ വലിച്ചു വാരി പഠിക്കാണ്ട് ഇങ്ങനത്തെ കോർ എലമെന്റ്സ് നോക്കി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എവിടെയാണ് ആ പോർഷൻ നിൽക്കുന്നതെന്ന് നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതാണ് നമ്മൾ കൂടുതലായിട്ട്
ഡെപ്തിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പഠിച്ചിട്ടേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, മാർക്ക് കിട്ടത്തുള്ളൂ. അല്ലാണ്ട് നമുക്കിപ്പോൾ ജി കെ പോർഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജി കെ നമുക്ക് എന്തൊക്കെ പഠിക്കണം നിങ്ങൾക്ക് അറിയാം. ജനറൽ സയൻസ് ജസ്റ്റ് ഒന്ന് നോക്കണം. എന്താണ് അപ് ടു 10th CBSE വരെയുള്ള ജനറൽ സയൻസ് നമുക്ക് നോക്കേണ്ട ആവശ്യം വരും. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതാണ് ജനറൽ സയൻസ്. അതല്ലാതെ പിന്നെ എന്താണ് സോഷ്യൽ സയൻസ് ഉണ്ട്. ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ജോഗ്രഫി, പൊളിറ്റിക്സ്, അതുപോലെ തന്നെ എന്താണ് പൊളിറ്റിക്കൽ സിസ്റ്റം, അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക്സും ഉണ്ട് കേട്ടോ. എക്കണോമിക്സും ഉണ്ട്. എക്കണോമിക്സ് ഇത്രയും സംഭവം ഇതിലാണ് വരുന്നത്. സോഷ്യൽ സയൻസിലാണ് പറഞ്ഞത്. ഹിസ്റ്ററി, പൊളിറ്റിക്സ് ഇതെല്ലാം ചോദിക്കും. പൊളിറ്റിക്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് RPF പറഞ്ഞു. RPF പൊളിറ്റിക്സിൽ നിന്നും ചോദിച്ചു, ഹിസ്റ്ററി, ആൻഷ്യൻ്റ് ഹിസ്റ്ററി എന്നൊക്കെ ചോദ്യം വന്നു. അപ്പോൾ ഡിവിഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ കറണ്ട് അഫേഴ്സിനും ചെയ്യുക, അല്ലാതെ ബാക്കിയുള്ള സബ്ജക്റ്റ് എന്തിനും ചെയ്യുക. ഇപ്പോൾ RPF കോൺസ്റ്റബിൾ ഒക്കെ എഴുതാൻ പോകുന്നവരാണെങ്കിൽ സയൻസിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കാണ്ട് എന്തിനും കൂടെ കൊടുക്കുക. അല്ലെങ്കിൽ സയൻസിന് കൊടുക്കുന്ന ഒരു ഈക്വൽ വെയിറ്റേജ് ആർക്കും കൊടുക്കണം, സോഷ്യൽ സയൻസിന് കൊടുക്കണം. ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ജോഗ്രഫി ഇതൊക്കെ തറവ് ആക്കണം. ആർട്ടിക്കിൾസ്, അമെൻമെൻറ്റ്സ്, ജോഗ്രഫിയുടെ റിവർ സിസ്റ്റം, ഡാംസ്, മൗണ്ടെയിൻസ്, ഇങ്ങനത്തെയൊക്കെ മെയിൻ പോയിന്റ്സുകൾ എന്ത് ചെയ്യുക, അപ്പോൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം, UN ആൻഡ് അതർ വേൾഡ് ഓർഗനൈസേഷൻ. നിങ്ങൾക്കറിയാം വേൾഡ് ഓർഗനൈസേഷനെ പറ്റി പഠിക്കുക. കമ്പ്യൂട്ടറിൻ്റെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലായി. എൻവയോൺമെൻറ്റ് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ മെയിനായിട്ട് കോറായിട്ട് പഠിക്കേണ്ട എന്താണ് സബ്ജക്ട്സും അതുപോലെ കറണ്ട് അഫേഴ്സുമാണ്. കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് സ്റ്റാറ്റിക് GK യുമാണ്. അങ്ങനത്തത് എന്നെ പഠിക്കുക. പിന്നെ ഫേമസ് പേഴ്സണാലിറ്റി എന്ത് ചെയ്യുക ഓഫ് ദ വേൾഡ്. എന്തെങ്കിലും ഒരാൾ എന്തെങ്കിലും ബുക്ക് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ പുതിയൊരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ആ ആൾക്ക് എന്തെങ്കിലും പദവി കിട്ടി എന്നൊക്കെ ഉള്ള രീതിയിലുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ അത് തന്നെയാണ് GK കോറായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള GK പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളതാണ്. അല്ലാതെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഗൂഗിളിലൊക്കെ എന്ത് ചെയ്യുക, ഹെഡ്ലൈൻസ് വായിച്ച് പോവുക, ന്യൂസ് കാണുക, ന്യൂസ് കണ്ട് വായിച്ച് പഠിക്കുക. അത് നമ്മുടെ മലയാള ന്യൂസൊക്കെ കണ്ടിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. നമുക്ക് ഹിന്ദു ന്യൂസ് തന്നെ അറിയണം, എന്നാലേ ഇന്ത്യൻ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ നന്നായിട്ട് പഠിച്ച് മുന്നേറി കഴിഞ്ഞാൽ മാത്രമേ നല്ല ഒരു സ്കോർ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റൂ. അപ്പോൾ കൃത്യമായ ഒരു രീതിയിൽ ഇനിയെങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് D എക്സാമിനേഷൻ ഇനിയാണ് വരാൻ പോകുന്നത്. ആ ഗ്രൂപ്പ് Dക്ക് നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പോർഷൻസ് കവർ ചെയ്യണം. അതിന് വേണ്ടിയായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ദിശ അക്കാഡമി 10th ക്വാളിഫിക്കേഷനുള്ള എക്സാമിനേഷന് വേണ്ടിയായിട്ടുള്ള RRB ഗ്രൂപ്പ് Dയുടെ സ്പെഷ്യൽ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് December 11 മുതൽ. ഓഫ്ലൈൻ ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് December 11 തന്നെ. അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, 3000 റുപ്പീസിനാണ് നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സും 8000 റുപ്പീസിനാണ് നമുക്ക് ഓഫ്ലൈൻ കോഴ്സും വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കാൻ താല്പര്യം ഇനിയെങ്കിലും റെയിൽവേയിൽ ഒരു ജോലി, കാരണം ഇനി എന്നാണ് റെയിൽവേ വിളിക്കണമെന്ന് ഒരു പിടുത്തവും ഇല്ല. അതുകൊണ്ട് തന്നെ റെയിൽവേയുടെ ഫൈനൽ എക്സാമിനേഷനായ RRB ഗ്രൂപ്പ് D ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. എന്തായാലും ഗ്രൂപ്പ് D വിളിക്കും. അപ്പോൾ ഏറ്റവും മുന്നേ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ എക്സാംസിന് വേണ്ടി ബൂസ്റ്റപ്പ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. GKക്കും എല്ലാ സബ്ജക്ട്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.